മറ്റൊരു ചലച്ചിത്രമേളയ്ക്ക് കൂടി തലസ്ഥാനം ഇപ്പോൾ സാക്ഷിയാവുകയാണ്. ഈ വർഷത്തെ IFFKയിൽ ആരാധകരെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തിയ അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച സിനിമകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? കണ്ട 4 സിനിമകളിൽ നല്ല സിനിമ എന്ന് പറയാനും മാത്രം എല്ലാ സിനിമയും ഒരു ആവറേജിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ആയിട്ടില്ല. IFFKയെ പറ്റി പറയാമെങ്കിൽ അത് പ്രത്യേകിച്ച് ഇന്നലെ നടന്നൊരു പരിപാടി, ഈ മറക്കിലൊരിക്കലും ഗംഭീരമായി എന്ന ഒറ്റ വാക്കിൽ പറയുന്നത്. അവരെ മറക്കാതെ ആ പഴയകാല നായിക നടിമാരെ അവരുടെ മുഖത്തെ സന്തോഷം നേരിട്ട് കാണുമ്പോൾ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ, സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ, ഒരു നടിമാരെന്ന നിലയിൽ അവരെ അംഗീകരിച്ചതിൻ്റെ ഒരു വലിയ ഒരനുഭവമായി മാറി. നമ്മുടെ ഉദ്ഘാടന സിനിമ തന്നെ ഐ എം സ്റ്റിൽ ഹിയർ വളരെ ഗംഭീര സിനിമയായിട്ട് തോന്നി. നല്ല സിനിമയായിരുന്നു. പിന്നെ മലയാളം സിനിമയിൽ അപ്പുറം അതർ സൈഡ് മലയാള സിനിമ ഇത്ര വളരെ എല്ലാവരും കണ്ടവർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ മെനങ്ങാന്ന് ഒരു പടം കണ്ടു, കാവ്യമേളം എന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ പ്രേം നസീർ ഷീല ജോഡിയുടെ അതായിരുന്നു. അപ്പം വേറെ ഇതുവരെ കിട്ടിയില്ലോ, എല്ലാം ഫുള്ളായി. നല്ല പടമായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പണ്ടത്തെ ഫിലിം അങ്ങനെ അധികം ആരും കാണാറില്ല. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പൊതുവെ അങ്ങനെ കാണാറില്ല. അപ്പം അങ്ങനെ ഞാൻ പണ്ടത്തെ അധികം ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇത് വല്ലാത്തൊരു ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലോക സിനിമകളുടെ നിലവാരത്തിൽ ആശയം കൊണ്ടും അതിൻ്റെ കണ്ടൻറ്റ് കൊണ്ടും ഒപ്പം തന്നെ അതിൻ്റെ മേക്കിംഗ് കൊണ്ടും ഇറാനിയൻ ഫിലിംസ്, പഴയ കാലത്ത് നമ്മൾ കാണാറുള്ള ഏറെ കൊതിയോടെ സ്നേഹത്തോടെ കണ്ടിരുന്ന ഇറാനിയൻ ഫിലിംസ് പോലെ കണ്ടുപോയ ഒരു മലയാളം സിനിമ ഉണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ ഭയങ്കര സന്തോഷം തന്ന ഒരു സംഗതിയാണ്. അതായത് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് അതിന് കണ്ടൻറ്റൊക്കെ അതിന് അതാണ്. ഒരു ബെഡിലും, സാധാരണ വീട്ടിലെ ബെഡിൽ മൂത്രം ഒഴിച്ച് കളയുന്നൊരു പയ്യൻ, ആ ബെഡാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ. വളരെ മനോഹരമായി ഒരു കഥ പറഞ്ഞിരിക്കുന്നു അതിനകത്ത് നിന്നാണ് ഫെമിനിച്ചി ഫാത്തിമ. ആക്ച്വലി ഇൻ ദ നെയിം ഓഫ് ഫയർ സ്വാഹ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതിൻ്റെ മൂവി തന്നെ. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ക്യാരക്ടേഴ്സിനെ ആണ് കാണിക്കുന്നത്. ഒരു അച്ഛൻ, ഒരമ്മ, പിന്നെ ഒരു എന്താ പറയുക നമ്മുടെ ശവം സംസ്കരിക്കുന്ന ടൈപ്പിലുള്ള ഒരാൾ. അപ്പോൾ ഇവരുടെ 3 സ്റ്റോറിയാണ് കാണിക്കുന്നത്. അതൊരു ഭയങ്കര നന്നായിട്ട്, അതൊരു നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഉൾഗ്രാമത്തിൽ വരുന്ന രീതിയിൽ, നോർത്ത് ഇന്ത്യൻ ഉൾഗ്രാമത്തിൽ വരുന്ന രീതിയിലുള്ളൊരു മൂവിയായിരുന്നു. പിന്നെ മലയാളം ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂപ്പിഡ്സ് ഓഫ് ദ സ്റ്റാർ, അത് ഭയങ്കര നന്നായിരുന്നു. എന്നുവെച്ചാൽ നന്നായിരുന്നു ഇൻ ദ സെൻസ് സ്ക്രീൻ പ്ലേ വൈസ് ഭയങ്കര കിടിലമെന്നല്ല പറയുന്നത്. പക്ഷെ അവർ Q&Aയിൽ അവർ പറയുന്നുണ്ടായിരുന്നു അവർ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു അവരുടെ ബഡ്ജറ്റിൽ. ഐഫോണിലാണ് അത് ഷൂട്ട് ചെയ്തത്. അതായത് 1.5 മണിക്കൂർ അടുത്തുള്ള ഒരു മൂവി ഫുൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. ആ ഹോൾ മൂവി 2.something lakhs-നകത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നന്നായിരുന്നു ആ മൂവി. ഒരുപാട് സിനിമകൾ ഇപ്രാവശ്യം IFFK ഒരുപാട് സിനിമകൾ കണ്ടായിരുന്നു. അതിൽ മാക്സിമം നമ്മൾ മലയാളം പടമാണ് ഫോക്കസ് ചെയ്തത്. അതിൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അത് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ വന്ന നല്ലൊരു സിനിമയാണ്. എന്തായാലും എല്ലാവർക്കും വർക്കാവുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. ഈ വർഷത്തെ IFFKയ്ക്ക് എത്തിയ എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ പറഞ്ഞ കാര്യമാണ് മറ്റ് വിദേശ ഭാഷാ സിനിമകളോടൊപ്പം തന്നെ മലയാള സിനിമകളും എത്തിയെന്നത്. അടുത്ത വർഷത്തെ IFFKയ്ക്ക് വരാൻ പാകത്തിൽ അത്രയും പ്രതീക്ഷകളാണ് ഈ വർഷത്തെ എല്ലാ മലയാള സിനിമകളും നൽകുന്നത്. ക്യാമറമാൻ വിനോദിനൊപ്പം ശ്രുതി ശിവശങ്കർ, കൈരളി ന്യൂസ്.